കേട്ടറ്റ് കാറ്റഗറി ഫോർ ഡ്രോയിങ്. കേട്ടറ്റ് എക്സാമിന് വരാൻ സാധ്യതയുള്ള 40 ചോദ്യോത്തരങ്ങൾ. ഇനി എക്സാമിനായി തയ്യാറാവാം MID ആർട്സിനൊപ്പം. കൂടുതൽ വീഡിയോകൾ ഞാൻ ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലിയനാർഡോ ഡാവിഞ്ചിയുടെ പ്രസിദ്ധമായ ദി ലാസ്റ്റ് സപ്പർ ഡാഷ് പെയിന്റിംഗ് ആണ്. ഫ്രെസ്കോ പെയിന്റിംഗ് ആണ്. രണ്ടാമത്തത്, റംബ്രാൻഡ് എന്ന കലാകാരൻ കൂടുതലായി ചെയ്ത പ്രിന്റ് മേക്കിംഗ് രീതിയുടെ പേര് എച്ചിങ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നെതർലാൻഡിഷ് പഴഞ്ചൊല്ലുകൾ എന്ന ചിത്രം വരച്ചത് ആരാണ്? പീറ്റർ ബ്രൂഗൽ ദി എൽഡർ. നാലാമത്തത്, ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന്റെ സൗന്ദര്യാത്മകവും വൈകാരികവുമായ സപ്തദൃശ്യകരമായി പകർത്തുന്ന ഇന്ത്യൻ മിനിയേച്ചർ പെയിന്റിങ്ങുകൾ ഏതാണ്? രാഗമാല. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പാല സാമ്രാജ്യ കാലഘട്ടത്തിലെ കയ്യെഴുത്തു പ്രതികൾ എഴുതപ്പെട്ടത് ഏത് വസ്തുവിലാണ്? താളിയോല. ആറാമത്തെ ക്വസ്റ്റ്യൻ, ബറോക്ക് കാലഘട്ടത്തിലെ കലാസൃഷ്ടികളുടെ സവിശേഷതകൾ. ആൻസർ, നാടകീയത, പ്രകാശത്തിന്റെ നാടകീയമായ ഉപയോഗം, ഉജ്ജ്വലവും വ്യത്യസ്തവുമായ നിറങ്ങൾ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദിമ മനുഷ്യരുടെ ജീവിതത്തെയും കലാപരമായ ആവിഷ്കാരങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടതുമായ ഗുഹ. ആൻസർ, ഭീംബേഡ്ക ഗുഹ. എട്ടാമത്തേത്, കാടുകളുടെ വന്യതയും ഭ്രമാത്മകതയും തന്റെ പെയിന്റിങ്ങുകളിലൂടെ അവതരിപ്പിച്ച കലാകാരൻ ഹെൻറി റൂസോ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗതമായ ചുവർ ചിത്രം ഗജേന്ദ്രമോക്ഷം. അടുത്തത്, രാജാ രവിവർമ്മ കോളേജ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? മാവേലിക്കര. ക്യൂബിസം രൂപം കൊണ്ട രാജ്യം ഫ്രാൻസ്. ഡാൻസിംഗ് ഗേൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വെങ്കലം. കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഒഡീഷ. ലിത്തോഗ്രാഫിക് പ്രിന്റിംഗ് പ്രസ് എവിടെയാണ്? മുംബൈ. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് കാളിഘട്ട് പെയിന്റിംഗ്? പശ്ചിമ ബംഗാൾ. 16ാമത്തത്, ഒരു ചിത്രത്തിന്റെ ഏറ്റവും പുറംവശത്തെ നിർവചിക്കുന്ന വരകൾ ഏതാണ്? കോണ്ടൂർ രേഖ. ഡാഷ്. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ തദ്ദേശീയ ജനവിഭാഗങ്ങൾക്കിടയിലുള്ള പരമ്പരാഗത മെറ്റൽ കാസ്റ്റിംഗ് സാങ്കേതികതയാണ് ദ്രോഗ. 18ാമത്തത്, സ്കൂൾ ഓഫ് ഏതൻസ് എന്ന പെയിന്റിംഗിൽ റാഫേൽ എന്താണ് ചിത്രീകരിച്ചിരിക്കുന്നത്? പുരാതന ഗ്രീക്ക് തത്വചിന്തകർ തത്വചിന്തയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒത്തുകൂടിയിരിക്കുന്നു. അതാണ് റാഫേലിന്റെ പെയിന്റിംഗിൽ കാണുന്നത്. അടുത്തത് 19ാമത്തത്, ഡ്രീംസ് എന്ന സിനിമയിൽ ആരുടെ പെയിന്റിങ്ങുകളാണ് അകിര കുറസോവ കാണിക്കുന്നത്? വാൻഗോഗിന്റെ. ഇറ്റലിയിലെ റോമിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഫ്ലൈവിയർ ആംഫി തിയേറ്റർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കൊളസയം. വാർലി ഏത് സംസ്ഥാനത്ത് പ്രചാരത്തിലുള്ള സമ്പ്രദായമാണ്? മഹാരാഷ്ട്ര. ദ സ്റ്റോറി ഓഫ് ആർട്ട് എന്ന കൃതിയുടെ രചയിതാവ്? ആൻസർ, EH ഗോംബ്രച്ച്. 23ാമത്തത്, ദൃശ്യ സ്പെക്ട്രത്തിൽ നീലയ്ക്കും വയലറ്റിനും ഇടയിൽ വരുന്ന നിറം? ഇൻഡിഗോ. 24ാമത്തെ ക്വസ്റ്റ്യൻ, യൂണിക്കോൺ സീൽ ഏത് നാഗരികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇൻഡസ് വാലി. 25, ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കൃതിയുടെ രചയിതാവ്? G അരവിന്ദൻ. ചരിത്രാതീത കാലത്തെ ഒരു പ്രധാനപ്പെട്ട ഗുഹയാണ് ലാസ്കോസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഫ്രാൻസിൽ. 27ാമത്തത്, അലങ്കാരത്തോടെയും ഭംഗിയായും എഴുതുന്ന കൈയെഴുത്തു രീതിയെ ഡാഷ് എന്ന് വിളിക്കുന്നു? കാലിഗ്രാഫി. 28, ഏത് രാജവംശ കാലത്താണ് കൊണാർക്ക് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ, കിഴക്കൻ ഗംഗ രാജവംശം. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഖജുരാഹോയിലെ കിഴക്കൻ ക്ഷേത്ര സമുച്ചയം ഏത് മതവിഭാഗത്തിൽ പെടുന്നു? ആൻസർ, ജൈനമതം. അജന്തയിലെ ചുമർ ചിത്രങ്ങളിൽ കൂടുതലായി ചിത്രീകരിച്ചിരിക്കുന്നവ ഏത്? ജാതക കഥകൾ. ടെറാക്കോട്ട ക്ഷേത്രം ഏതാണ്? ബേസ് ഓഫ് സീലിംഗ്. പ്രശസ്തമായ ദക്ഷിണ ഇന്ത്യൻ പുരാവസ്തു കേന്ദ്രമായ കീഴടി ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ഹരിപുര കോൺഗ്രസിനു പോസ്റ്ററുകൾ നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച പ്രമുഖ ഇന്ത്യൻ കലാകാരനും ബംഗാൾ സ്കൂളിലെ പ്രധാന വ്യക്തിയുമായ ഇദ്ദേഹം ആരാണ്? നന്ദലാൽ ബോസ്. 34ാമത്തെ
ക്വസ്റ്റ്യൻ പട്ടം പറത്തുന്ന പെൺകുട്ടി എന്ന പെയിന്റിംഗ് ചെയ്ത കേരളത്തിൽ നിന്നുള്ള കലാകാരി TK പത്മിനി. തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ കോഫി ഹൌസിന്റെ ആർക്കിടെക്ട് ആരാണ്? ലാറി ബേക്കർ. പരമ്പരാഗത നിയമമനുസരിച്ച് പ്രാഥമിക നിറങ്ങൾ ഏതൊക്കെ? റെഡ്, യെല്ലോ, ബ്ലൂ. RYB. വർണ്ണചക്രം കണ്ടുപിടിച്ചത് ആര്? ഐസക് ന്യൂട്ടൻ. ആധുനിക ഇന്ത്യൻ കലാകാരൻ ആര്? രാജാ രവിവർമ്മ. 39ാമത്തെ ക്വസ്റ്റ്യൻ. ആധുനിക ഇന്ത്യൻ കലയുടെ പിതാവ്? രാജാ രവിവർമ്മ.